രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യാപേക്ഷയിൽ ഇന്നാണ് പത്തനംതിട്ട സെഷൻസ് കോടതി വിധി പറയുക. നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങളെന്ന്. സുജു ടി ബാബു നമ്മളോടൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. സുജു, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്നാണ് വിധി പറയുക. മൂന്നാമത്തെ ബലാത്സംഗ കേസാണ്, അതിന്റെ ജാമ്യാപേക്ഷയിലാണ് വിധി വരിക. സുജു, കഴിഞ്ഞ ദിവസം ഈ കേസ് വിധി പറയാനായി പരിഗണിച്ചപ്പോൾ പ്രതിഭാഗം അന്നൊരു ഓഡിയോ ഹാജരാക്കിയിരുന്നു അല്ലേ? അതിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ടാണല്ലേ ഇന്നത്തേക്ക് വിധി പറയാൻ വേണ്ടി മാറ്റിയതല്ലേ? തീർച്ചയായിട്ടും മനു, ആ ഒരു വിഷയം പ്രതിഭാഗം കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്നത്തേക്ക് കേസ് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ നമ്മൾ വിവരങ്ങൾ ആരായുമ്പോൾ പറയുന്നത് അത്തരം ശാസ്ത്രീയ പരിശോധന ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ആവശ്യമില്ല. അത് ട്രയൽ കോടതി അല്ലെങ്കിൽ കേസിൻ്റെ അന്വേഷണം തുടരുമ്പോഴാണ് ആവശ്യം. എന്തായാലും മനു, ഇന്ന് പാലക്കാട് MLA, അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇപ്പോഴും കോൺഗ്രസ് MLA ആയി തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമായ ദിനമാണ്. കാരണം ബലാത്സംഗ കേസുകളിൽ 2 കോടതികളാണ് രാഹുലിൻ്റെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നത്. ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നതെങ്കിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ബലാത്സംഗ കേസാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു MLA ഒരേ ദിവസം ബലാത്സംഗ കേസുകളിൽ 2 കോടതികളിൽ നിർണായകമായ ദിവസം ആയിരിക്കുന്നത്. ഇതിൽ ഹൈക്കോടതി പരിഗണിക്കുന്നത് ഒന്നാമത്തെ ബലാത്സംഗ കേസാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. രാഹുലിനെതിരെ തെളിവുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. രണ്ടാമത്തെ കേസിലാണ് തിരുവനന്തപുരത്ത് നിന്ന് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നതും ഹൈക്കോടതിയിൽ ജാമ്യത്തിനെതിരെ പ്രോസിക്യൂഷനും അല്ലെങ്കിൽ പോലീസ് SIT അപ്പീൽ പോയിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ബലാത്സംഗ കേസിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ആ കേസിൽ അതിജീവിത സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ 10ലധികം പെൺകുട്ടികളെ രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും അതിലൊരു പോക്സോ കേസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും ഉൾപ്പെടുന്നു എന്നാണ് അതിജീവിതം നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരമൊരു വിവരം പുറത്തു വരുന്നത്. അതായത് അതിജീവിതയുടെ സത്യവാങ്മൂലം ശരിയെന്ന് വന്നാൽ പാലക്കാട് MLA കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖം കൂടുതൽ വികൃതമാകും. എന്തായാലും ഇന്ന് സിംഗിൾ ബെഞ്ചാണ് ആ കേസ് പരിഗണിക്കുന്നത്. സർക്കാർ പ്രോസിക്യൂഷനും അല്ലെങ്കിൽ പോലീസിനും റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് രാഹുലിന് ജാമ്യം നൽകരുത്, സ്ഥിരം കുറ്റവാളിയാണ്, അതുകൊണ്ട് കേസന്വേഷണത്തെ ബാധിക്കുമെന്നും അതുകൊണ്ട് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളണമെന്നാണ് SIT കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഹൈക്കോടതിക്ക്. അതിൽ അതിജീവിതയും നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലും രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കാനും ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ടെന്നാണ് ഹൈക്കോടതിയിൽ അതിജീവിത കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. ഇനി പത്തനംതിട്ട കോടതി പരിഗണിക്കുന്ന മൂന്നാമത്തെ ബലാത്സംഗ കേസാണ്. ഈ കേസിലും രാഹുലിന് കീഴ്ക്കോടതിയായിരിക്കുന്ന തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് രാഹുലിന് ലഭിച്ചിരുന്നത്. ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട് ബലാത്സംഗം നടന്നതിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട്, അതേപോലെ തന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരമല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന കാര്യത്തിനും തെളിവുകളുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് തിരുവല്ല കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന ജഡ്ജ്മെൻറ്റ്. അത് വിധിന്യായത്തിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പം തിരുവല്ല കോടതിയിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു വീഴുകയാണ്. പ്രധാനമായി സാങ്കേതികത്തിലൂന്നി ഏതെങ്കിലും തരത്തിൽ രാഹുലിന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള കാര്യവും രാഹുലിൻ്റെ അഭിഭാഷകൻ ശ്രമിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നില്ല, അതുപോലെ തന്നെ അതിജീവിതയുടെ ഒപ്പ് സത്യവാങ്മൂലത്തിലില്ല എന്ന കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ട്. ഇതെല്ലാം കോടതി ഇതൊക്കെ തന്നെ കൃത്യമായി സുപ്രീം കോടതി ഉത്തരവ് അല്ലെങ്കിൽ മറ്റ് കോടതികളുടെ ഉത്തരവ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുലിൻ്റെ അഭിഭാഷകരുടെ വാദം തള്ളുകയും ചെയ്തു. എന്നാൽ കനത്ത തിരിച്ചടിയാണ് ഈ കേസിൻ്റെ ജാമ്യ ഹർജിയിൽ അപ്പീലുമായി ജില്ലാ സെഷൻസ് കോടതിയിൽ എത്തിയപ്പോഴും രാഹുലിന് ഏറ്റത്. ഈ കാര്യങ്ങളൊക്കെ സെഷൻസ് കോടതിയിലും രാഹുലിൻ്റെ അഭിഭാഷകൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാലും പ്രോസിക്യൂഷൻ കൃത്യമായി ആവശ്യപ്പെടുന്നത് പോലീസ് റിപ്പോർട്ടും രാഹുലിനെതിരാണ്. പ്രധാനമായും രാഹുലിന് ജാമ്യം നൽകിയാൽ തീർച്ചയായിട്ടും അത് തെളിവുകൾ നശിപ്പിക്കാനും അതിജീവിതയെ ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ജില്ലാ സെഷൻസ് കോടതിയിലും ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും മനു, രാഹുലിൻ്റെ റിമാൻഡ് കാലാവധി ശനിയാഴ്ച വീണ്ടും നീട്ടിയിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് 14 ദിവസത്തിലധികമായി 17 ദിവസത്തിലധികമായി പാലക്കാട്
പാലക്കാട് നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച MLA ജയിലിലാണ്. നാളെ സംസ്ഥാന നിയമസഭയിൽ ബഡ്ജറ്റാണ്. മറ്റ് MLA-മാരോടൊക്കെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളും കാര്യങ്ങളും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരുപക്ഷെ ഇപ്പോൾ പ്രധാനമായും മുമ്പിലേക്ക് വരുന്ന 2 ബലാത്സംഗ കേസുകൾ, അതിൻ്റെ ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ടത് 2 കേസുകളിൽ കോടതി എന്തു പറയുമെന്നാണ്. പത്തനംതിട്ടയിൽ തിരിച്ചടി കിട്ടിയാൽ രാഹുലിന് പിന്നെ ആശ്രയം ഹൈക്കോടതി മാത്രമാകുക. ഹൈക്കോടതിയിലേക്ക് പോകേണ്ടതായ നിർബന്ധിത സാഹചര്യമുണ്ടാകും. ഹൈക്കോടതിയിൽ നിന്ന് 1-ാം ബലാത്സംഗ കേസിൽ എന്താണ് കോടതിയുടെ ഉത്തരവെന്നുള്ളത് അതും പ്രധാനപ്പെട്ട കാര്യമാണ്. അറസ്റ്റ് ഇന്ന് വരെയാണ് 1-ാം ബലാത്സംഗ കേസിൽ ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്ന് ആ കേസിൽ ഒന്നെങ്കിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നീട്ടിവെക്കും, അല്ല എങ്കിൽ ഒരു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനും സാധ്യതയുണ്ട്. എന്തായാലും ആ കോടതിയിൽ ആ കേസ് വിശദമായി വാദം കേട്ട ശേഷം മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ ഹൈക്കോടതി വിധി വന്ന ശേഷം അതിൽ കാര്യം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പത്തനംതിട്ടയിലെ കേസിലും രാഹുലിന് തിരിച്ചടിയാണെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 14 ദിവസത്തിലധികമായി മാവേലിക്കര സബ് ജയിലിൽ അഴിയെണ്ണിക്കൊണ്ടിരിക്കുകയാണ് മനു. ശരി, അഴിയണ്ണൽ തുടരുമോ അതോ പുറത്തേക്ക് ഇറങ്ങുമോ? പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി എന്താകും കാത്തിരിക്കുകയാണ്. കാരണം ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇവിടെ എത്ര കേസുണ്ടെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. 3-ാമത്തെ കേസാണ് കേട്ടോ. ഇപ്പോൾ ഈ 3-ാമത്തെ കേസിലാണ് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത്. അതിന് ജാമ്യാപേക്ഷയാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. മറ്റു 2 കേസുകൾ, അതിൽ അറസ്റ്റിന്റെ വിലക്കടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഹൈക്കോടതിയിൽ ഇന്ന് 1-ാമത്തെ കേസിന്റെ കാര്യം എടുക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.